ഹലോ എല്ലാവർക്കും കുട്ടനാടൻ ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് നമ്മുടെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാരണം നമ്മളെങ്ങനെ നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് ആപ്സൊക്കെ നമ്മളെങ്ങനെ നമ്മുടെ ഫോണിൽ നിന്ന് ഹൈഡ് ചെയ്യുക വിത്തൗട്ട് റൂട്ട് നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കുറേ ആപ്സ് യൂസ് ചെയ്യുന്നത് ക്ലോക്കിൻ്റെ പുറകെ ഹൈഡ് ചെയ്യുക, പിന്നെ നമ്മുടെ മറ്റേ ഓഡിയോ മാനേജറിൻ്റെ പുറകെ ഹൈഡ് ചെയ്യുക, നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ പുറകെ ഹൈഡ് ചെയ്യുക. അതൊക്കെ നമുക്കിപ്പം സാധാരണ എല്ലാ ആൾക്കാരും മനസ്സിലാക്കിയിരുന്നു. കാരണം ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും അതിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം നമ്മളിപ്പോൾ ഇന്ന് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഒരു യൂണിക് ആപ്പാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ ആപ്പിനകത്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എന്ത് ഹൈഡ് ചെയ്താൽ പോലും ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല ഏത് വകയിൽ ഏത് ആപ്പിൻ്റെ പുറയിലാണ് നമ്മളിപ്പോൾ ഹൈഡ് ചെയ്തതെന്ന് അയാൾക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ആപ്പാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ആപ്സും അതേപോലെ തന്നെ കിടക്കും, പക്ഷെ നമ്മൾ അതിൻ്റെ പുറകെ നമ്മുടെ സീക്രട്ട് നമ്മളൊരു ലോക്ക് പോലെയാണ് വെക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആപ്പിൻ്റെ പേരാണ് സീക്രട്ട് ഗാലറി ഹൈഡ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഈസിലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. കുറച്ച് MB ആപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇൻസ്റ്റാൾ ആയി. നമുക്ക് ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ക്രോം ബ്രൗസറിൻ്റെ ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിനെ സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ്റെ കാണിക്കും. ഇപ്പം ഗൂഗിളുണ്ട്, യാഹൂ ഉണ്ട്, അങ്ങനെ 2-3 ഉണ്ട്, ബിങ് ഉണ്ട്. ബിങ് അപ്പോൾ നമുക്ക് ഏത് വേണ്ട, അപ്പോൾ നമുക്ക് ഏത് വേണമെന്ന് നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഗൂഗിൾ വഴിയാണ് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് ഇടുക, നമ്മൾ കൺഫേം പാസ്വേഡ് ഇട്ട് ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. ഇത് ലോഗിൻ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് പാസ്വേഡ് ഇടുക 1 2 3 4 5 6 7 8 എന്നാണ് നമ്മളിപ്പോൾ പാസ്വേഡ് ഇടുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് താഴോട്ട് കൺഫേം പാസ്വേഡ് ഇടാം. ആ പാസ്വേഡ് തന്നെ സെയിം പാസ്വേഡ് നമുക്ക് താഴോട്ട് ഇടാം. 1 2 3 4 5 6 7 8 എന്നാണ് നമ്മളിപ്പോൾ ഇടുന്നത്. സേവ് ചെയ്തപ്പോൾ കാണാൻ പറ്റും സീക്രട്ട് ഗാലറി ക്രോം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്രോം ബ്രൗസർ. ഇതിനകത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്രോം ബ്രൗസറിൻ്റെ ഡിറ്റോ സെയിം ആ ഗൂഗിളിൻ്റെ ഇൻ്റർഫേസും സെർച്ച് എഞ്ചിനും എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സെർച്ച് ചെയ്താൽ പോലും ഇതിനകത്ത് സെർച്ച് ആവും. അതുകൊണ്ട് ആർക്കും മനസ്സിലാകത്തില്ല ഇതിൻ്റെ പുറകെ ഒരു ആപ്പ് നമ്മളിപ്പം ഫോട്ടോസോ പിക്ചേഴ്സോ ഹൈഡ് ചെയ്യുകയാണെന്ന് ആർക്കാണെങ്കിലും നമുക്ക് മനസ്സിലാകത്തില്ല. ഇപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്മളിപ്പോൾ സെർച്ച് ചെയ്താൽ പോലും ഇപ്പോൾ മൊത്തം ആ സെർച്ച് ഇൻ്റർഫേസ് തുറന്ന് വന്നേക്കും. ഇപ്പോൾ നമ്മളൊരു ഫോണിൻ്റെ iPhone X എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ തന്നെ ആ ഫോണിൻ്റെ മൊത്തം വന്ന്. അപ്പോൾ ആരായാലും പിന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇതിൻ്റെ പുറകെ നമ്മൾ ഏതെങ്കിലും ഒരു ഹൈഡ് ആപ്പ് ഫീച്ചർ നമ്മൾ ഇടുന്നുണ്ടെന്ന് ആർക്കാണെങ്കിലും മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് കാണാം നമ്മൾ പിന്നെ സെർച്ച് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഗൂഗിള് കറക്റ്റ് നമ്മുടെ ക്രോം ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കത്തുള്ളൂ. ആരായാലും ഇപ്പോൾ അത് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല. ഇപ്പോൾ അറിയാവുന്ന ആളെന്നെ മാത്രം ഇങ്ങനെ കണ്ടുപിടിക്കും. ഇപ്പം നമ്മൾ അതിൻ്റെ ആ സെർച്ച് എഞ്ചിന് നമ്മുടെ നമ്മളിപ്പോൾ പാസ്വേഡ് ഇട്ടില്ലേ, ആ പാസ്വേഡ് നമ്മൾ ആ സെർച്ച് എഞ്ചിന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ലോക്ക് തുറന്നു വരും. ആ ലോക്ക് തുറന്നു വരുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ്, ആപ്സ്, ലൈക്സ്, വീഡിയോസ് എക്സെട്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഫോട്ടോസ് ഹൈഡ് ചെയ്യണ്ടേ. അപ്പോൾ ആ ഫോട്ടോസ് നമ്മൾ 2-3 ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക, ഹൈഡ് ചെയ്യുക, ഡയറക്റ്റ് ആ ഹൈഡിൻ്റെ ഫോൾഡറിൽ വരിക, ഡയറക്റ്റ് ആ ഫോട്ടോസ് ഹൈഡ് ചെയ്യുക. നമുക്ക് ഗാലറി ഒന്ന് കാണാം, നമ്മുടെ ആ ഫോട്ടോസ് ഹൈഡ് ചെയ്തിരിക്കുക. അപ്പം നമ്മുടെ ഫോണിനകത്ത് ആ ഫോട്ടോസ് ഇല്ല ഇപ്പം. ഇത് ഇപ്പോൾ കൂട്ടാൻ്റെ ഫോണിലാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൂട്ടാൻ്റെ ഫോണിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റും അവൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് 3 ഫോട്ടോസ് ചെയ്താൽ 3 ഹൈഡ് ആയിരിക്കുക. അപ്പോൾ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. നമുക്കിപ്പോൾ അത് അൺഹൈഡ് ചെയ്തതിനെ തന്നെ ആ ഫോട്ടോൻ്റെ അടിയിൽ പോവുക, ഡയറക്റ്റ് അൺഹൈഡ് ചെയ്യുക. അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഗാലറി പിന്നെയും കാണാൻ കിട്ടും. അപ്പോൾ എന്തായാലും ആർക്കാരും മനസ്സിലാകത്തില്ല. നമ്മൾ ആൾക്കാർക്ക് ഫോൺ കൊടുത്താൽ തന്നെ അയാൾ ക്രോം ബ്രൗസർ എന്ത് തുറന്നാൽ തന്നെ അയാൾക്ക് മനസ്സിലാകത്തില്ല ഇതിൻ്റെ പുറകെ ഒരു ഹൈഡ് ഗാലറി ഉണ്ടെന്ന് ആർക്കാരും മനസ്സിലാകത്തില്ല. അതിനകത്ത് കുറേ സീക്രട്ട് സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ഐക്കൺസ് വരെ ചേഞ്ച് ചെയ്യാം. ഐക്കൺസ് ചേഞ്ച് ചെയ്താൽ നമ്മളിപ്പം ക്രോം ബ്രൗസറിൻ്റെ ഐക്കൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഐക്കൺ ചേഞ്ച് ചെയ്യുന്ന വല്ല ഡിറ്റോ ക്രോം ഇത് ഇട്ടാൽ തന്നെ ആർക്കും മനസ്സിലായില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ച് സപ്പോർട്ടും കൂടെ ചെയ്യുക. താങ്ക് യു.